പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെർക്കബി. അന്ന ലിസെ മിഷേലിൻ്റെ എക്സോർസിസവുമായി ബന്ധപ്പെട്ട ഭാഗം 2. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന ലിസെ മിഷയുടെ ബാക്ക്ഗ്രൗണ്ട്, ആ പെൺകുട്ടിയെ ബാധിച്ച 6 പിശാചുക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജർമ്മൻ സഭ തന്നെ പുറത്തുവിട്ട കാര്യമാണ്. ഞാനിത് നിങ്ങളുടെ മുൻപിൽ അതെടുത്ത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ അഭിപ്രായമല്ല. ഇത് എക്സോർസിസം ചെയ്ത വൈദികർ പുറത്തുവിട്ട ടേപ്പ് റെക്കോർഡിലുള്ള കാര്യങ്ങളാണ്. ഇത് ആർക്കും എക്സോർസിസം ഓഫ് അന്ന ലിസെ മിഷേൽ എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ മുഴുവൻ പുസ്തകം അടക്കം നിങ്ങൾക്ക് ലഭിക്കും. അതിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഇത് എന്തിനാണ് പങ്കുവെക്കുന്നതെന്ന് വെച്ചാൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇതുവഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവും നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യങ്ങളും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ മുഴുവൻ സമയം ശുശ്രൂഷകനല്ല. ഞാനിതൊരു മിനിസ്ട്രി ആയിട്ട് കൊണ്ടു നടക്കുന്നതല്ല. എൻ്റെ ജോലി സമയം കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ എല്ലാ കത്തോലിക്കർക്കും മാമോദിസ സ്വീകരിച്ച എല്ലാവർക്കും വചനം പ്രഘോഷിക്കുക, ഈശോയെ പങ്കുവെക്കുക എന്ന കടമയുണ്ട്. അത് എനിക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പലരും എന്നെ ബ്രദർ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ പലതവണ പറഞ്ഞ മടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയാത്തത്. എൻ്റെ പേര് വിളിക്കുന്നതാണ് എനിക്ക് ഉചിതം. സോ ഇത് ഞാൻ ഒന്നും പ്രബോധിപ്പിക്കാനല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ കത്തോലിക്ക വിശ്വാസവും ഞാൻ അറിഞ്ഞ ഈശോയാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഇതാരെയും ഒന്ന് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ചില കമൻറ്റുകൾ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനൊന്നും മറുപടി തരാനും എനിക്ക് സമയമില്ല. സോ ഇത് ഞാൻ അറിഞ്ഞ കാത്തലിസം, അത് ഞാൻ പങ്കുവെക്കുന്നു. അത് ഞാൻ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അത് ആ രീതിയിൽ വേണം നിങ്ങൾ എടുക്കാൻ. സോ ഈ എക്സോർസിസം ജർമ്മൻ സഭ തന്നെ പുറത്തുവിട്ട ഡോക്യുമെൻറ്റിലുള്ളതാണ്. അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സോ നീറോയുടെ ആത്മാവ്, നീറോ ഇപ്രകാരം ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ നീറോ പറയാണ്, യു ഷുഡ് ഫോളോ ദ മെസ്സേജ് ഓഫ് ഫാത്തിമ. ഫാത്തിമയിലെ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ ഫോളോ ചെയ്യണം. ദ റോസറി ഷുഡ് ബി റിസൈറ്റഡ് ഓർ എൽസ് ഇറ്റ് ഈസ് ദ എൻഡ്. ജപമാല നിങ്ങൾ ചൊല്ലിയിരിക്കണം, അല്ലെങ്കിൽ അത് അവസാനമാണ്. The modernists are killing the church. We are hard at work at this. മോഡേണിസ്റ്റുകൾ സഭയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ ഹാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശക്തമായിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ പിശാചുക്കൾ പറയുകയാണ്. അപ്പോൾ ആരാണ് ഈ മോഡേണിസ്റ്റുകൾ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. ആരാണ് ഈ മോഡേണിസ്റ്റുകൾ? മോഡേണിസ്റ്റുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവർ പോലും അറിയുന്നില്ല അവർ സാത്താൻ്റെ ഒരു ഉപകരണമാണ് എന്നുള്ളത്. ആരാണ് മോഡേണിസ്റ്റുകൾ? നമ്മുടെ പഴയ കാലത്തെ ദേവാലയങ്ങൾ നോക്കുക, ഇപ്പോഴത്തെ ദേവാലയങ്ങൾ നോക്കുക. എന്തെങ്കിലും വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ടോ? പഴയകാല ദേവാലയങ്ങൾ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഹെവൻലി ഫീലിംഗ് ആണ്. അൾത്താര നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹെവൻലി ഫീലിംഗ് ആണ്. അൾത്താര കണ്ടാൽ നമുക്ക് തോന്നും മുട്ടിന്മേൽ നിൽക്കാൻ വേണ്ടിയിട്ട്. നിറച്ചു മാലാഖമാരുടേത്, വിശുദ്ധരുടേത്, അപ്പസ്തോലന്മാരുടേത്, പരിശുദ്ധാത്മാവിൻ്റെത്, ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ആൾത്താരയാണ്. അതിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് പരിശുദ്ധ സക്രാരി സൂക്ഷിച്ചിരിക്കുന്നത്. സത്യമായിട്ട് ദൈവം അവിടെ വസിക്കുന്നു എന്ന് അത് കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാകും. എന്നാൽ ഇന്ന് ഒരു ഓഡിറ്റോറിയം പോലെയാണ്. ഇന്ന് ഓഡിറ്റോറിയം പോലെ ഒരു ഫീലാണ്. അതായത് തൂണുകളൊന്നുമില്ല, പള്ളിക്കകത്ത് രൂപങ്ങളൊന്നുമില്ല. ഇങ്ങും ഏതെങ്കിലുമൊക്കെ ഈ രൂപങ്ങളായാലായി. സക്രാരി പോലും സെൻറ്ററിലല്ല ദേവാലയത്തിൻ്റെ. ഒന്നുകിൽ വലതുവശത്തായിരിക്കും, ഇടതുവശത്തായിരിക്കും. മനസ്സിലാവത്തില്ല എവിടെയാണ് സക്രാരി ഉള്ളത് എന്ന്. അച്ഛനോട് ചോദിക്കേണ്ടി വരും, അച്ഛൻ എവിടെയാണ് സക്രാരി ഉള്ളത് എന്ന്. ഇത് അപ്പോൾ എനിക്ക് മഗ്ദലേന മറിയത്തിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. മഗ്ദലേന മറിയം ചോദിക്കുന്നുണ്ടല്ലോ, എവിടെയാണ് എൻ്റെ കർത്താവിൻ്റെ ശരീരം വെച്ചത്, ഞാൻ വേണമെങ്കിൽ എടുത്തുകൊണ്ടുവരാം എന്ന് പറയുന്ന പോലെ എവിടെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ ഒരു തിയേറ്റർ ഫീൽ, ഒരു തിയേറ്റർ ലുക്കിലാണ് ഓഡിറ്റോറിയങ്ങൾ വരുന്നത്. ഈ ഒരു അജണ്ടയുടെ പിന്നിൽ ഈ മോഡേണിസ്റ്റുകളാണ്. അതായത് സഭയുടെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരിയെടുക്കുക, അവളെ നഗ്നയാക്കുക, എന്നിട്ട് ഇതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന യൂദാസിൻ്റെ മിഷനാണ് ഇപ്പോൾ പല സ്ഥലത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിലും അയർലൻഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇടയ്ക്കിലൊരു അയർലൻഡിലുള്ളൊരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹം ഇങ്ങനെ അയർലൻഡിലെ തെരുവീതികളിലൂടെ പോകുമ്പോൾ ദേവാലയങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു, എല്ലാം തകർന്ന ഒരു പ്രതീതി ആത്മീയമായിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു സ്വരം കേട്ട് ദൈവം സംസാരിക്കുന്നത് ഇതെല്ലാം ഈ ഫ്രീമേസൻകാർ തകർത്തതാണ് എന്ന്. അവർ നേരിട്ട് കായിക ബലത്തിലൂടെയൊന്നുമല്ല,
കത്തോലിക്ക തിരുസഭയുടെ പ്രബോധനത്തിൽ വെള്ളം ചേർത്ത് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ അവസ്ഥയിൽ യൂറോപ്പിലൊക്കെ എത്തിച്ചു. അപ്പം നമ്മുടെ ഇവിടെയും ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രൂപങ്ങളെല്ലാം മാറ്റിക്കുക ഈ മോഡേണിസ്റ്റുകളുടെ അജണ്ടയാണ്. യുക്രിസ്റ്റിക് ലേ മിനിസ്റ്റേഴ്സിനെ കൊണ്ടുവരിക. അത് ഭാഗ്യം കൊണ്ട് നമ്മുടെ കേരളത്തിലൊന്നുമില്ല. തൊട്ടപ്പുറത്ത് മംഗലാപുരം വരെയുണ്ട്, മംഗലാപുരം മുതലുണ്ട് യുക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സ്. ട്രൗസർ ഇട്ടിട്ട് പോലുമാണ് ദേവാലയത്തിനകത്തേക്ക് വരുന്നത്. പരിശുദ്ധ കുർബാന അൽമായരാണ് കൊടുക്കുന്നത്. റീസൺ പറയണത് വൈദികർ കുറവായതുകൊണ്ടാണ്. അതൊട്ടും ലോജിക്കലി നമുക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും കുർബാന അർപ്പിക്കുന്നത് തന്നെ 2-3 വൈദികരാണ്. പിന്നെയും അതിന് പുറത്ത് ലേ മിനിസ്റ്റേഴ്സ് വരുന്നു. സോ ഇങ്ങനെയൊക്കെ പരിശുദ്ധ കുർബാനയെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് ദൈവജനത്തിന് വിശ്വാസം കുറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നത് സഭയിൽ 2 വിഭാഗം. ഒന്ന് ട്രഡീഷണൽ കാത്തലിസം ഫോളോ ചെയ്യുന്നവരും, ഒന്ന് മോഡേൺ കാത്തലിസം ഫോളോ ചെയ്യുന്നവരും. ട്രഡീഷണൽ കാത്തലിസം ഫോളോ ചെയ്യുന്നവർ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ബാപ്റ്റിസം, ട്രഡീഷണൽ ലാറ്റിൻ മാസ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഓർഡിനേഷൻസ്, ഈ FSSP ഒക്കെ ട്രഡീഷണൽ ലാറ്റിൻ മാസ് മാത്രമേ അവർ അർപ്പിക്കാറുള്ളൂ. അതുപോലെ ഇവൻ മുട്ടുകുത്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. കുർബാനയ്ക്ക് വരുമ്പോൾ വെയിൽ ധരിച്ച് വരുന്നു. വിദേശത്തുള്ള കാര്യം ഞാനീ പറയണത്. അവിടെ പോലും പരിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ തല മറച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ ഇവിടെ ഞാൻ കുറ്റപ്പെടുത്തുക പറയുന്നതല്ല, നമ്മളിവിടെ കന്യാസ്ത്രീകൾ പോലും തല മറക്കണില്ല. പിന്നീട് നമ്മളിത് ആരോടാണ് പറയേണ്ടത്? അപ്പോൾ അതുപോലെ ഇപ്പോൾ നോക്കിക്കേ നമ്മുടെ ഒരു അവസ്ഥയെ, നമ്മുടെ കേരളത്തിൻ്റെ, നമ്മളിവിടെ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേരള സ്റ്റോറി കാണിക്കുന്നു, അവിടെ മണിപ്പൂർ സ്റ്റോറി കാണിക്കുന്നു. പാലുകാച്ചൽ മിന്നുകെട്ട് പാലുകാച്ചൽ. എന്താ പറയുക, ആൾക്കാർ നോക്കി ചിരിക്കുകയാണ്. കാരണം ബസിലിക്ക ഇത്രയും ദിവസങ്ങളായിട്ട് തുറന്നിട്ടില്ല. ഇവിടെ ഒരു ഗ്രൂപ്പ് കേരള സ്റ്റോറി കാണിക്കുമ്പോൾ അവിടെ മറു ഗ്രൂപ്പ് മണിപ്പൂർ സ്റ്റോറി കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ പോയിട്ട് സുവിശേഷം പറയാണ് യേശുവാണ് ഏകരക്ഷകൻ എന്ന്. ഇതിനപ്പുറത്ത് കോമഡി വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങളാദ്യം നിങ്ങളുടെ സഭയിൽ അങ്ങോട്ട് നോക്കി കുർബാന ചൊല്ലണോ ഇങ്ങോട്ട് നോക്കി കുർബാന ചൊല്ലണോ തീരുമാനിക്കുക. കേരള സ്റ്റോറി കാണിക്കണോ മണിപ്പൂർ സ്റ്റോറി കാണിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന്. നാണക്കേടാണ്. എന്നെപ്പോലുള്ളവർക്കൊക്കെ ആരോടെങ്കിലും ഒരു വിജാതിനോട് സുവിശേഷം, അല്ലെങ്കിൽ ഒരു സുവിശേഷം എന്ന് പറയുന്നത് ട്രെയിനിലും ബസ്സിലും അടുത്തിരിക്കുന്നവരോട് പറയുന്നത്. അത് പറയുമ്പോൾ അവൻ ഇങ്ങോട്ട് ചോദ്യം നിൻ്റെ സഭയത്തെ പ്രശ്നം സോൾവ് ആയോ എന്ന്. അപ്പോൾ ന്യൂറോ പറയുകയാണ്, ഈ മോഡേണിസ്റ്റുകൾ സഭയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നോ വൺ സ്പീക്സ് എനി ലോങ്ങർ ഓഫ് us, എസ്പെഷ്യലി ദ പാരിഷ് പ്രീസ്റ്റ്. ഇടവക വൈദികർ ഞങ്ങളെപ്പറ്റി സംസാരിക്കുന്നേ ഇല്ല. അത് പിശാചുക്കളെക്കുറിച്ച്, സാത്താനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഇടവക വൈദികർ സംസാരിക്കുന്നേ ഇല്ല എന്ന് സാത്താൻ പറയുകയാണ്. ദിസ് ഈസ് ദ മന്ത് ഓഫ് റോസറി. അപ്പോൾ ഒക്ടോബറിലായിരിക്കും എക്സോസിസ് നടന്നത്. ബട്ട് വെരി ഫ്യൂ റിസൈറ്റ് ഇറ്റ്. ഇത് ജപമാലയുടെ മാസമാണ്. എന്നിട്ടും വളരെ ചുരുക്കം പേര് മാത്രമേ ജപമാല ചൊല്ലുന്നുള്ളൂ. ബിക്കോസ് ദ പാരിഷ് പ്രീസ്റ്റ് തിങ് ഈസ് നോട്ട് മോഡേൺ. കാരണം ഇടവക വികാരിമാർ ചിന്തിക്കുന്നു ഇതത്ര മോഡേൺ അല്ല, ഇത് പണ്ടത്തേതാണ്, ഇപ്പോഴത്തെ ആവശ്യമില്ല. ചില എൻ്റെ സീറോ മലബാർ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില സീറോ മലബാർ പള്ളികളിലും ചില സീറോ മലബാർ വിഷു ആയതുകൊണ്ട് പടക്കം പൊട്ടണ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില സീറോ മലബാർ പള്ളികളിൽ ജപമാല ചൊല്ലുന്നില്ല, പകരം യാമപ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. കാരണം അത് ലത്തീൻകാരുടേതാണ് ജപമാല എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്ത് പറയാൻ, ദേ ആർ സോ ഫൂളിഷ്. സാത്താൻ പറയുന്നു അവർ വളരെ വിഡ്ഢികളാണ്. ഇഫ് ദേ ന്യൂ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അവർക്കിതിൻ്റെ പ്രാധാന്യം അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം അത് എനിക്കെതിരെയുള്ള ആയുധമാണ് എന്ന് സാത്താൻ പറയാം. ന്യൂറോ പറയുന്നു ദ ഡച്ച് ബിഷപ്സ് ആർ ഹെറിറ്റിക്സ് ബിക്കോസ് ദേ ആർ അൺഫെയ്ത്ത്ഫുൾ ടു ദ പോപ്പ്. അവർ പോപ്പയോട്, മാർപ്പാപ്പയോട് വിശ്വസ്തത പാലിക്കുന്നില്ല. ന്യൂറോ തുടരുന്നു, കാത്തലിക്സ് ഹാവ് ദ ട്രൂ ഡോക്ട്രൈൻ ആൻഡ് ദേ റൺ ആഫ്റ്റർ ദ പ്രൊട്ടസ്റ്റൻസ് ലൈക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. കത്തോലിക്കർക്കാണ് യഥാർത്ഥമായിട്ടുള്ള പ്രബോധനങ്ങളുള്ളത്, എന്നാൽ അവർ വേശ്യകളെ പോലെ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ പിന്നാലെ പായുകയാണ് എന്ന് ന്യൂറോ പറയുന്നു. ന്യൂറോ തുടരുന്നു, മെനി ഡു നോട്ട് ഗോ ടു ചേർച്ച്, നോ വൺ നീൽസ് ഡൗൺ ടു ദ ബ്ലസ്സഡ് സാക്രമെന്റ്. ആരും ദേവാലയത്തിൽ പോകുന്നവരാണെങ്കിൽ തന്നെ അവർ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുന്നില്ല. ദ ചേർച്ചസ് ആർ സോ മോഡേൺ. ദേവാലയങ്ങളെല്ലാം അത്രയധികം മോഡേണായി മാറിയിരിക്കുന്നു. ദ നസ്രൈൻ ആൻഡ് ഹിസ് മദർ ആർ നൗ അറ്റാക്കിംഗ്.
ഈശോയെയും മാതാവിനെയും ഈശോയും മാതാവും ഇപ്പോൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യൂദാസ് പറയുകയാണ്, ദ ഗിവിങ് ഓഫ് കമ്മ്യൂണിയൻ ഇൻ ഹാൻഡ് വാസ് മൈ വർക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഹോളി വാട്ടർ ഷുഡ് കം ബാക്ക് ടു ഹൗസസ്. നമ്മുടെ ഭവനങ്ങളിൽ വെഞ്ചരിച്ച വെള്ളം തിരികെ വരണം. ദ ക്രൂസിഫിക്സ് ഷുഡ് റിട്ടേൺ ടു ഇറ്റ്സ് പ്ലേസ് ഇൻ ദ ഹോം. നമ്മുടെ ഭവനങ്ങളിൽ ക്രൂശിത രൂപങ്ങൾ അതുണ്ടായിരുന്ന സ്ഥലത്ത് തിരികെ വരണം. ദ ഹോളി ഫേസ് ഷുഡ് ബി വെനറേറ്റഡ്. ഈശോയുടെ തിരുമുഖം ആദരിക്കപ്പെടണം, വണങ്ങപ്പെടണം. ദ ഡിവൈൻ മേഴ്സി ഇമേജ് ഷുഡ് ബി പ്രൊപ്പഗേറ്റഡ്. ഈശോയുടെ കരുണയുടെ പടം പ്രചരിക്കപ്പെടണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രേ ടു സെൻറ്റ് ജോസഫ്. വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാത്തിമയുടെ സന്ദേശങ്ങൾക്കും ഹ്യൂമിനെ വീറ്റയ്ക്കും വേണ്ട പ്രാധാന്യം നൽകിയില്ല എങ്കിൽ ഇതാ വലിയൊരു ശിക്ഷ ലോകത്തിന് മേൽ കടന്നു വരുന്നു എന്ന് യൂദാസ് പറയുകയാണ്. പിന്നെ പറയുകയാണ്, ദ കണ്ടൻസ് ഓഫ് ദ ഓഡിയോ കാസറ്റ് മസ്റ്റ് ബിഫോർ ഹാൻഡ് ബി മെയ്ഡ് പബ്ലിക്. മെനി വിൽ യെറ്റ് ബി സേവ്ഡ്. ഈ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോസ്, ഈ കാസറ്റിലുള്ള ഈ കാര്യങ്ങൾ ഇത് ലോകത്തിനെ അറിയിക്കണം. അങ്ങനെ അതുവഴി ഒരുപാട് പേര് രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. യൂദാസ് പറയുന്നത്, ഗാർഡിയൻ ഏഞ്ചൽസ് ആർ ഡേ ആൻഡ് നൈറ്റ് നിയർ യു, ബിഹൈൻഡ് യു. ടുഡേ പീപ്പിൾ ഡു നോട്ട് ബിലീവ് ഇൻ ഗാർഡിയൻ ഏഞ്ചൽസ്. ഗാർഡിയൻ ഏഞ്ചൽസ് ആർ മൈ എനിമീസ്, ഐ ഹേറ്റ് ദം. കാവൽ മാലാഖമാർ രാപ്പകൽ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് പല ആളുകളും കാവൽ മാലാഖമാരിൽ വിശ്വസിക്കുന്നില്ല. ഗാർഡിയൻ ഏഞ്ചൽസ്, കാവൽ മാലാഖമാർ എൻ്റെ ശത്രുക്കളാണ്, ഞാൻ അതിനെ വെറുക്കുന്നു. യൂദാസ് തുടരുകയാണ്, പരിശുദ്ധ കുർബാന മുട്ടുകുത്തി സ്വീകരിക്കുന്നതിനേക്കാൾ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ എന്നെ പ്രസാദിപ്പിക്കുന്നു. മുട്ടുകുത്താതിരിക്കാൻ, ആളുകൾ മുട്ടുകുത്താതിരിക്കാൻ എന്നെക്കൊണ്ടാവുന്നതെല്ലാം എന്തും ഞാൻ ചെയ്യും എന്ന് യൂദാസ് പറയും. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളാണ് അന്ന ലിസെ മിഷേലിലൂടെ സാത്താൻ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ റെക്കോർഡഡാണ്. അങ്ങനെ 1976 67 സെഷൻസ്, അതായത് പെട്ടെന്ന് പിശാച് പുറത്ത് പോകത്തില്ലല്ലോ, അപ്പോൾ പല തവണ പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. പക്ഷേ 67 തവണ കഴിഞ്ഞപ്പോൾ ജൂലൈ മാസം 1-ാം തീയതി 1976 അന്ന ലിസെ മിഷേൽ മരണപ്പെട്ടു. അപ്പോൾ ഇതിനെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഈ കുട്ടി 20 വയസ്സായിരിക്കുന്ന സമയത്ത് മാതാവ് ഈ കുട്ടിക്ക് പ്രത്യക്ഷപ്പെടുകയും നീ ഒരു വിക്ടിം സോൾ ആവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടി പൊസസ്ഡ് ആവുന്നത്. അപ്പോൾ ഈ പൊസസ്ഡ് ആവുന്ന സമയത്തും ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അന്ന ലിസെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഗുദാശകളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പം സാത്താൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഫാദർ ഗബ്രിയേൽ അമോർത്ത്, വത്തിക്കാൻ്റെ ചീഫ് എക്സോസിസ്റ്റ്, പറയുന്നത് ഒരു വ്യക്തിയെ പിശാച് ബാധിക്കണമെങ്കിൽ പോലും അത് ദൈവം അനുവദിക്കാതെ നടക്കത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൺട്രോളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, സ്നേഹനിധിയായ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, ആർക്കും സഹനങ്ങളും ദൈവം കൊടുക്കുന്നില്ല. പക്ഷേ ദൈവം അനുവദിക്കുകയാണ്, സാത്താന് പെർമിഷൻ കൊടുക്കുകയാണ്. ജോബിൻ്റെ ജീവിതം നമുക്കറിയാം. അതുവഴിയാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതും നമ്മളുടെ യഥാർത്ഥത്തിൽ വിശ്വാസമാണോ എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതും ഈ സമയത്താണ്. സോ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു എന്നാണ്. ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ദൈവം അനുവദിക്കുന്നു. അതെന്തോ അതിൽ നിന്നും നന്മ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ടാവും. സോ അന്ന ലിസെ മിഷേലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അന്ന ലിസയുടെ ജീവിതത്തിലെ ഈ ഒരു പൊസഷൻ വഴി, ഈ ടേപ്പ് റെക്കോർഡ് വഴി അനേകം ആളുകൾ വിശുദ്ധ ജീവിതം നയിക്കാൻ ആരംഭിച്ചു. അതൊരു സിനിമയായി. ഒരുപാട് പേർക്ക് സാത്താൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന സത്യം മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ. നമ്മളിതിലൊന്നും മാർക്കിടരുത്, നമ്മളിതൊന്നും ജഡ്ജ് ചെയ്യരുത്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ. ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് ഉപദേശം കൊടുക്കാൻ ആയിട്ടില്ല. സോ നമ്മുടെ ലൈഫിലും ഇങ്ങനെയുള്ള സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ദൈവം അറിഞ്ഞ് സംഭവിക്കുന്നതാണ്. സോ അതിനൊരു പ്ലാനുണ്ട്, ദൈവത്തിന് അതിൻ്റെ പിന്നെ ഒരു പ്ലാനുണ്ട്. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്താണ് അതെന്ന് മനസ്സിലാക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുക. വിവാ ക്രിസ്റ്റോറെ.